കൊച്ചിയിലെ ഒരു പാടത്ത് ദി പ്രസിഡന്റ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുകയാണ്. ഇന്ന് പുറലോകം കണ്ടിട്ടില്ലാത്ത ആ ചിത്രത്തിൽ മോളി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി കാവ്യ മാധവനാണ്. നടൻ ഇന്ദ്രൻസുമുണ്ട് ലൊക്കേഷനിൽ. ദി പ്രസിഡന്റിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞാലുടൻ തന്നെ ഇന്ദ്രൻസിന് മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗിൽ പങ്കെടുക്കണം. ഈ ചിത്രത്തിന്റെ ലൊക്കേഷനും ഇവിടെ തന്നെയാണ്. കാവ്യ അന്നത്തെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അടുത്തുള്ള കലങ്കിൽ 3 പേർ ഒരുമിച്ചിരിക്കുന്നു. മാനത്തെ കൊട്ടാരത്തിലെ 3 നായകന്മാരാണത്. ഹരിശ്രീ അശോകൻ, നാദിർ ഷാ, ദിലീപ്. കോമിക്കോള എന്ന പ്രോഗ്രാമിലൂടെ നടി കാവ്യയ്ക്ക് പരിചിതമായ മുഖങ്ങൾ. കാവ്യയും ഏട്ടൻ മിഥുനും ദിലീപിന്റെ കടുത്ത ആരാധകരും. പെട്ടെന്ന് ദിലീപിനെ തൊട്ടടുത്ത് കണ്ട സന്തോഷത്തിൽ അങ്കിളെ എന്ന് വിളിച്ചുകൊണ്ട് കാവ്യ ദിലീപിനടുത്തേക്ക് ഓടിച്ചെന്നു. എന്നാൽ ദിലീപ് ആ വിളി അപ്പോൾ തന്നെ തിരുത്തി. അങ്കിളല്ല മോളെ, ഏട്ടൻ. വർഷങ്ങൾക്ക് ശേഷം കാവ്യ ദിലീപിന്റെ നായികയായി വന്നു. അന്ന് ദിലീപ് ഏട്ടൻ പറയുകയുണ്ടായിരുന്നു, എന്റെ ഭാഗ്യത്തിനാണ് ഞാൻ അന്നേ ആ അങ്കിൾ വിളി മാറ്റിച്ചത്, അല്ലെങ്കിൽ എന്തൊരു ഗതികേടായേനെ. ഒരു ചൈൽഡ് ആർട്ടിസ്റ്റിനെയും അങ്കിൾ എന്ന് വിളിക്കാൻ ദിലീപ് സമ്മതിക്കില്ല എന്ന് കാവ്യ പറഞ്ഞു. പിന്നീട് കാവ്യയും ദിലീപും നായികന്മാരായി അഭിനയിക്കുന്ന മീശ മാധവന്റെ ലൊക്കേഷനിൽ ബാലതാരമായി ഇന്നത്തെ മറ്റൊരു നായികയും ഉണ്ടായിരുന്നു. ബാലതാരം സനൂഷ. ഷൂട്ട് കഴിഞ്ഞ് സനൂഷ തിരിച്ചു പോവുകയാണ്. പെട്ടെന്നൊരു വിളി വന്നു, അങ്കിളെ ഞാൻ പോവുകയാണ്. അപ്പോൾ തന്നെ ദിലീപ് സനൂഷയെ അടുത്ത് വിളിച്ചു. ഇതുപോലെ അങ്കിളെ എന്ന് വിളിച്ച ഒരാളാണ് ഇപ്പോൾ എന്റെ നായികയായി അഭിനയിക്കുന്നത്. നാളെ നീയും നായികയാവില്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ട് ഏട്ടൻ എന്ന് വിളിച്ചാൽ മതി. വർഷങ്ങൾക്ക് ശേഷം മിസ്റ്റർ മരുമകനിലൂടെ സനൂഷയും അന്നത്തെ അങ്കിൾ ദിലീപിന്റെ നായികയായി എത്തി.